നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു റോസ് ഫ്ലവർ ആണ്. റോസ് ഫ്ലവർ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ചുറ്റിലും നമുക്ക് ഫ്ലവർ വലുതാക്കാനായിട്ട് ചുറ്റിലും ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്താൽ മതി. അപ്പം നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഷെയ്ഡിങ് ആണ് ചെയ്യേണ്ടത്. താഴേന്ന് മുകളിലേക്കായിട്ട് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുക എല്ലാ പെറ്റൽസിനും. ഓക്കെ. ഇനി നമ്മൾ ഫ്ലവറിന്റെ മുകളിലും താഴെയും അതിന്റെ സെന്ററിലും ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ അറബിക് കാഷ്യൂ ഉണ്ടല്ലോ, അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, മുകളിൽ 2 എണ്ണം, ഈ 2 സൈഡിലും 2 എണ്ണം, അതേപോലെ താഴെയും 2 എണ്ണം, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന രീതിയിൽ. കണ്ടോ, അപ്പൊ ചുറ്റിലും വന്നു 4 സൈഡിലായിട്ട് വന്നു. ഇനി അതിന്റെ മുകളിൽ നമ്മൾ ലീഫാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. 3 ഇതിൽ വരുന്ന ലീഫ്, ഇത് നമ്മൾ പഠിച്ചതല്ലേ. ഇങ്ങനെ 4 എണ്ണം വരും കേട്ടോ. ബാക്കി വരുന്ന സ്പേസിൽ ഓരോ സർക്കിളും കൊടുക്കാം. ഇനി ഇതിന്റെ ഉള്ളിൽ വരുന്ന പോർഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരുടെയും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ടർ പോർഷനും അതേപോലെ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. ഇതിന് പറയാ റോസ് മണ്ടാല എന്നാട്ടോ. റോസ് മണ്ടാല, റോസ് വെച്ച് ചെയ്യുന്ന മണ്ടാല ഡിസൈനിന് റോസ് മണ്ടാല എന്ന് പറയാം. ഇനി അതിന്റെ ഫിംഗർ എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്യാപ്പ് കൊടുക്കുക. ക്യാപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ലെങ്ത്തിൽ കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടെ അധികം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി ലൈൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് തിക്ക് ലൈൻ ആക്കി കൊടുക്കുക. വീണ്ടും ഒരു ലൈൻ കൊടുത്തിട്ട് ഹംസ് അപ്ലൈ ചെയ്യുക. ഇനി അതിന്റെ മുകളിൽ നമ്മളൊരു കുഞ്ഞു റോസ് ഫ്ലവർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ സെന്ററിൽ ചെയ്ത ഡിസൈനോട് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈന് ഫിംഗറിലും കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മൾ മാച്ചിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം. അപ്പം റോസ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ആ അറബിക് കാഷ്യൂ 2 എണ്ണം ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കി പോർഷന് ഉള്ളിൽ വരുന്നത് ഫില്ലും ചെയ്യുക. ഔട്ടർ പോർഷന് നമ്മൾ തിക്കും ചെയ്ത് കൊടുക്കുക. അവിടെ 3 ലീഫും കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ?